ബിജെപി നേതാവും സിനിമാ താരവുമായ സുരേഷ് ഗോപിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംഭവമാണ് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ്. സംഭവം നടന്ന് 4 മാസം പൂർത്തിയാകും മുൻപ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സുരേഷ് ഗോപി ബോധപൂർവം ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. തൃശൂരിൽ അദ്ദേഹം മത്സരരംഗത്തിറങ്ങുന്ന പശ്ചാത്തലത്തിൽ കേസ് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമോ? കാത്തിരുന്ന് കാണാം. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. IPC 354, പോലീസ് ആക്ടിലെ 119A എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 27-ന് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു. ഒഴിഞ്ഞുമാറിയെങ്കിലും വീണ്ടും തോളിൽ കൈവയ്ക്കുന്നത് ആവർത്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ മാധ്യമപ്രവർത്തക എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. വാത്സല്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. മാധ്യമപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ടുപോയി. കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവം നടന്ന ഹോട്ടലിലെ ജീവനക്കാർ അന്നൊപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എന്നിവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. തുടർന്ന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയച്ചു. കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യവും എടുത്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.